പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ കൃഷ്ണൻ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നിയന്താവാണ്. പക്ഷേ അദ്ദേഹം തൻ്റെ പരിശുദ്ധ ഭക്തരാൽ നിയന്ത്രിക്കപ്പെടുന്നു, പ്രത്യേകിച്ചും വൃന്ദാവനത്തിലെ ഗോപികമാരാൽ. പലപ്പോഴും ഗോപികമാരുടെ കയ്യിലെ കളിപ്പാവ പോലെയായിരുന്ന ഭഗവാനെ ഗോപികമാർ ഒരിക്കൽ പുഷ്പങ്ങളാൽ അലങ്കരിക്കാൻ ആഗ്രഹിച്ചു. അതിമനോഹരവും മൃദുലവും സുഗന്ധപൂർണവുമായ പുഷ്പങ്ങളാൽ ആഭരണങ്ങളും വസ്ത്രങ്ങളും തയ്യാറാക്കി അവർ ഭഗവാനെ അലങ്കരിച്ചു. ഇന്ന് പുഷ്പാഭിഷേകം അഥവാ പുഷ്യാഭിഷേകം. ശുഭകരമായ പുഷ്യനക്ഷത്രത്തിലാണ് ഈ മഹോത്സവം കൊണ്ടാടുന്നത്. ഈ ദിവസം ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിലെ ക്ഷേത്രങ്ങളിൽ ഭഗവാൻ കൃഷ്ണനെയും ശ്രീമതി രാധാറാണിയെയും മനോഹരങ്ങളായ പുഷ്പങ്ങൾ കൊണ്ട് തയ്യാറാക്കിയ ആഭരണങ്ങളും വസ്ത്രങ്ങളും കൊണ്ട് അലങ്കരിക്കുന്നു. ആരാധനാ സമയത്ത് പരിശുദ്ധമായ നെയ്യ്, പാൽ, ജലം എന്നിവയാൽ അഭിഷേകം ചെയ്യുന്നു. ശേഷം അനവധി പൂക്കൾ കൊണ്ടും അഭിഷേകം ചെയ്യുന്നു. ഈ സമയം ഭക്തർ ഭഗവാന്റെ കീർത്തനങ്ങൾ ആലപിക്കുകയും തിരുനാമം ജപിക്കുകയും ആനന്ദത്താൽ മതിമറന്ന് നൃത്തം ചെയ്യുകയും ചെയ്യുന്നു. നിരവധി വിശിഷ്ട വിഭവങ്ങൾ തയ്യാറാക്കി ഭഗവാന് സമർപ്പിക്കുന്നു. അതിമനോഹരമായി അലങ്കരിച്ച ഭഗവാന്റെയും ശ്രീമതി രാധാറാണിയുടെയും വിഗ്രഹങ്ങളുമായി നഗരപ്രദക്ഷിണം നടത്തുന്നു. ഇതിലൂടെ ഭഗവാന്റെയും രാധാറാണിയുടെയും ആകർഷകമായ രൂപം കാണുന്നതിനുള്ള അവസരം എല്ലാവർക്കും ലഭിക്കുന്നു. ഈ ഉത്സവം എല്ലാവർക്കും ഭഗവാന്റെ സേവനം ചെയ്യുന്നതിന് അവസരമൊരുക്കുന്നു. അതിലൂടെ ഭഗവാനുമായി കൂടുതൽ അടുക്കാനും ഭക്തിയിൽ പുരോഗമിക്കാനും സാധിക്കുന്നു. എല്ലാ ഇന്ദ്രിയങ്ങളെയും ഭഗവത് സേവനത്തിൽ ഏർപ്പെടുത്തിക്കൊണ്ട് മനസ്സിനെ ഭഗവത് സ്മരണയിൽ മഗ്നമാക്കി ഈ ഉത്സവം കൊണ്ടാടുന്ന ഭക്തർക്ക് ക്രമേണ ഭക്തിയിൽ പുരോഗമിച്ച് ഭഗവാന്റെ ആധ്യാത്മിക ധാമത്തിലെത്തി അദ്ദേഹത്തിൻ്റെ സേവനം ചെയ്യാൻ സാധിക്കും. എല്ലാവർക്കും പുഷ്യാഭിഷേക് ദിനാശംസകൾ. ഹരേ കൃഷ്ണ.